ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വലിയ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് കൊച്ചിക്കാരുടെ സ്പെഷ്യലായ അഫ്ഗാൻ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കണം എന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു ബെല്ലൈക്കനും കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡിഷ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 3 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാഷ്നട്ട്, കുറച്ച് ബദാം. അത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പാലിൻ്റെ അളവിലേക്കാണ് കേട്ടോ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് പറയാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് പാല് ഞാനൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാനിവിടെ ചേർക്കാൻ പോണത് മൈദയാണ്. സാധാരണ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് മൈദ ഇട്ടായാലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ശരിക്കും ചാട്ട് മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പം മന്തി മസാല ആയാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ മന്തി മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 നുള്ള മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല, അതൊരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ ആ പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് തൈരാണ് കേട്ടോ. തൈര് ഞാനൊരു 3 സ്പൂൺ തൈര് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഫ്രഷ് ക്രീം റെഡിയാക്കി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 3 സ്പൂണും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 1/2 അവറോ ഒരു 1 അവറോ ഒക്കെ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1 അവർ ഞാനത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടോ. അപ്പോൾ നല്ല മസാലയും കാഷ്നട്ടും ബദാമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വയ്ക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ബട്ടറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അതിലല്ല ചെയ്യേണ്ടത്, ബട്ടറിലാണ്. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അതിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. കുറച്ച് ബട്ടർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, നമ്മത് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ആ ഒരു നമ്മൾ മസാലയ്ക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ആ ഗ്രേവി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഗ്രേവിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഡിഷ് ഡിന്നറിൻ്റെ ഒപ്പമോ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. യമ്മിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്